ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയോടുകൂടി സംഗതി അങ്ങ് കളറായിട്ടുണ്ട്. നല്ല ഒന്നാം തരമായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആർമി ഒന്നുമല്ല. ഇവിടെ അനീഷ് ആർമിയും അക്ബർ ആർമിയും ഷാനവാസ് ആർമിയും അനുമോൾ ആർമിയും ഒക്കെയാണ് ഗംഭീരമായി പെർഫോം ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിയൊക്കെ ഇത് കണ്ടു പഠിക്കേണ്ട കാഴ്ച തന്നെയാണ്. ആർമി ആയാൽ ഇങ്ങനെ തന്നെ വേണം, വിടരുത് ഒരുത്തനെ പോലും. നമ്മുടെ അനീഷിന് PR വർക്ക് ഒന്നും തന്നെ ഇല്ല. അനീഷിന് PR വർക്ക് ഉണ്ടെന്നും അനീഷ് 2 ഏക്കർ നിലം വിറ്റിട്ട് അത് PR കൊടുത്തിട്ടാണ് വന്നതെന്നുമൊക്കെ ആദിലെ അവിടെ പറയുന്നത് കേട്ടു. അതിനോടുള്ള ബന്ധത്തിൽ അനീഷ് പോയി ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ബിഗ് ബോസും ടീമും തൃശ്ശൂരിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം, അന്വേഷിച്ച് ഈ വാർത്ത പുറത്തു വിടണം എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, അനീഷ് PR എന്നുള്ള വാക്ക് കേട്ടിട്ട് പോലുമില്ല. ബിഗ് ബോസിനുള്ളിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തു. അനീഷിന്റെ ആ സംസാരത്തോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ല. 5 വർഷമായിട്ട് ലീവ് എടുത്തിട്ട് അദ്ദേഹം ബിഗ് ബോസ് കാണുകയാണ്, പഠിക്കുകയാണ്. അതൊക്കെ ലാലേട്ടൻ പോലും സംസാരിച്ച വിഷയമാണ്. അതിനകത്ത് ആർക്കും എതിർപ്പില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ 5 വർഷം ഇത്ര ഗഹനമായി പഠിച്ചിട്ടും PR എന്നുള്ളത് എന്താണെന്ന് പോലും അറിയാത്ത അനീഷിനെ കുറിച്ച് എനിക്ക് ന്യായമായിട്ടും മനസ്സിൽ തോന്നിയ സംശയങ്ങൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അനീഷിന് PR ഉണ്ട്, അനീഷിന് ആർമി ഉണ്ട് എന്നൊക്കെ പുറത്തു ഭയങ്കര ചർച്ചകൾ നടക്കുകയാണ്. എനിക്ക് അതേക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ല. പക്ഷേ ബിഗ് ബോസിൽ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും PR ഉണ്ട്, അനീഷിനും PR ഉണ്ട് എന്നൊക്കെ പല ചാനലുകളും കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ വാർത്ത പുറത്തുവിടുവാൻ തുടങ്ങി. അതേക്കുറിച്ചും ഞാൻ അധികം അന്വേഷിച്ചു പോയിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ ഇട്ട ആ വീഡിയോ ഇട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അനീഷിന് ആർമി ഉണ്ടെന്നും PR വർക്കേഴ്സ് ഉണ്ടെന്നും. അതുമാത്രവുമല്ല, ഈ കൂട്ടത്തിൽ ഏറ്റവും വീര്യമുള്ള ആർമി അനീഷിന്റെ ആർമിയാണെന്നും എനിക്ക് നന്നായി മനസ്സിലാക്കി. അല്ലെങ്കിൽ എന്നെ അവർ മനസ്സിലാക്കി തന്നു. എന്തൊരു പുളിച്ച തെറിയാണ് സേട്ടന്മാരെ നിങ്ങൾ പറയുന്നത്. സേട്ടന്മാർ മാത്രമല്ല, സേച്ചിമാരുമുണ്ട്. PR വർക്കിന് വേണ്ടിയും ആർമിക്ക് വേണ്ടിയും മാത്രമായിട്ട് 1,000 ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഐഡികളിലെല്ലാം കയറി നിരത്തി പിടിച്ച് കമന്റ് ഇടുകയാണ്. അതെ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. ഈ യൂട്യൂബ് ചാനലിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ കമന്റ് മോശവും വൃത്തികെട്ടതുമായ തെറി പറയുന്ന കമന്റുകൾ അത് പബ്ലിക് കാണത്തക്കവണ്ണം വെക്കണോ അതോ അത് ഹൈഡ് ചെയ്ത് വെക്കണോ എന്നുള്ളത് യൂട്യൂബേഴ്സിന് തീരുമാനിക്കാം. അതെ, എൻ്റെ ചാനലിനകത്ത് വരുന്ന കമന്റുകൾ അതിലേതൊക്കെ നിങ്ങൾ കാണണം, ഏതൊക്കെ കാണരുത് എന്നുള്ളത് എനിക്ക് സെറ്റ് ചെയ്ത് വെക്കുവാൻ പറ്റും. പക്ഷേ എല്ലാ കമന്റുകളും എനിക്ക് കാണാൻ പറ്റും. എന്റെ കമന്റ് ബോക്സിൽ വെട്ടുക്കിളി ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നെ, ജീവിതത്തിൽ ഇത്രയും പുളിച്ച തെറി ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അത്രമാത്രം എന്റെ മരിച്ചുപോയ അമ്മയും അച്ഛനെയും ഒക്കെ വളരെ ഭംഗിയായി സ്മരിക്കുന്നുണ്ട് ഈ PR വർക്കേഴ്സ്. അല്ല, എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. ബിഗ് ബോസിൽ പോകുന്ന ഒരു മത്സരാർത്ഥി, ആ മത്സരാർത്ഥിയുടെ പ്രകടനം കാണുമ്പോൾ നമുക്ക് യോജിക്കുകയും വിയോജിപ്പുണ്ടാവുകയും ചെയ്യും. അപ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടം തോന്നും, ചിലരുടെയൊക്കെ ഫാൻസ് ആയിട്ട് മാറും. അപ്പോൾ അവർക്കെതിരായിട്ട് ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിയോജിപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളത് അതങ്ങനെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ മത്സരാർത്ഥിക്ക് എതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ 7 ആറ്റിൽ കുളിച്ചാലും കഴുകിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള പുളിച്ച തെറി വിളിക്കുക, അതിനുവേണ്ടി മാത്രം ഐഡികൾ ഉണ്ടാക്കി വരിക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പ്രേക്ഷകൻ അതിന് നേരമില്ല, അവൻ അങ്ങനെ ചെയ്യത്തുമില്ല. പിന്നെ ആരായിരിക്കും ഇതിനു വേണ്ടി ഇരിക്കുന്നത്? അനീഷ് അറിയില്ലെന്ന് പറഞ്ഞ ഈ ആൾക്കാരാണ് PR-ഓ? അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞില്ലേ? ആ സംഗതി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ ഈ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചത്തെറികൾ ഞാൻ തുറന്നു വിടാം. അത് യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായതുകൊണ്ട് മാത്രമാണ് ഇതൊന്നും പുറത്ത് കാണിക്കാതിരിക്കുന്നത്. സത്യം പറയാമല്ലോ, ഇത്രയും നിലവാരമില്ലാത്ത ആർമിയെ ഞാൻ ഈ ഭൂമിയിൽ കണ്ടിട്ടില്ല. ഞാൻ അക്ബർക്കെതിരെ എത്ര പരുഷമായ വാക്കുകളിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, എത്ര വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഷാനവാസിനെതിരായിട്ട് എത്ര മോശമായി സംസാരിച്ചിട്ടുണ്ട്. ആദിലയ്ക്കും നൂറയ്ക്കും എതിരായിട്ട് എത്രയോ വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇവരുടെ എല്ലാം ഫാൻസ് വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ കമന്റുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആരും എന്നെ തെറി വിളിച്ചിട്ടില്ല. ഇത്രയും അശ്ലീലം, ഇത്രയും മോശമായിട്ടുള്ള വാക്കുകൾ ഒരാർമിക്കാരും എഴുതിയിട്ടില്ല. അവരൊക്കെ എൻ്റെ അഭിപ്രായത്തെ ഖണ്ഡിച്ചിട്ടുണ്ട്. അത് ആശയപരമായിട്ടുള്ള സംഘടനമാണ്, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. ആ കമന്റുകൾക്കൊക്കെ അർഹിക്കുന്ന പരിഗണന തന്നെയാണ് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ പൂരത്തെറി, ഈ തൃശ്ശൂർ പൂരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ തൃശ്ശൂർ തെറി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാണ് ശരിക്കും അടുത്തറിയുന്നത്. കൊള്ളാം, നിങ്ങളെ സമ്മതിച്ചിട്ടുണ്ട്. ഒരാർമിയൊക്കെ ആയാൽ ഇത്രയൊക്കെ ആത്മാർത്ഥത കാണിക്കണം. PR വർക്കൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു പകിട്ട് കാണിക്കണ്ടേ? ആ പകിട്ടോടുകൂടി പൊടിപ്പും തൊങ്ങലും വെച്ച തെറിയുമായിട്ടാണ് ഒലു ക്രിയേഷനെ വെട്ടുക്കിളികൾ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജോറായിട്ടുണ്ട്, സന്തോഷമായി. അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല വീഡിയോകളും നമ്മൾ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ അനീഷിന്റെ ഫാൻസിനൊക്കെ എന്തൊരു ഇഷ്ടമായിരുന്നു നമ്മുടെ ചാനല്. പക്ഷേ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. തിരുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിണങ്ങും. പിണക്കം മാത്രമല്ല, ഞങ്ങൾ പൊങ്കാലയിടും. ഇത് യൂട്യൂബ് ചാനൽ ആയതുകൊണ്ടാണ് ഈ തെറി മാത്രമായിട്ട് നിൽക്കുന്നത്. നേർക്ക് നേരെങ്ങാണം കണ്ടിരുന്നെങ്കിൽ വെട്ടി ഏതെങ്കിലും ആറ്റിൽ ഒഴുക്കി കളഞ്ഞേനെ. അത്രമാത്രം കലിപ്പാണ് നമ്മളോട്. ഞാൻ അനീഷിനെ തെറി പറഞ്ഞില്ല. അനീഷിന്റെ ആ ഗെയിം സ്ട്രാറ്റജിയോട് എപ്പോഴും നമുക്ക് യോജിക്കാൻ പറ്റില്ല. വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് തന്നെയാണ് പറഞ്ഞത്. ആ ആശയത്തിനെതിരായിട്ട് നിങ്ങൾക്ക് ആശയപരമായിട്ട് എതിർക്കാം. ആ വിയോജിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിക്കാം. പക്ഷേ ഈ തെറിയൊക്കെ വിളിക്കുന്ന അമ്മാവന്മാര്, എന്റെ പൊന്നച്ചന്മാരെ, സമ്മതിച്ചിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം. തെറി നിങ്ങൾക്ക് മാത്രമല്ല പറയാൻ അറിയാവുന്നത്, നമുക്കും അറിയാവുന്നേ. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത തെറികളും അതിനപ്പുറത്തുള്ള ഡബിൾ മീനിങ്ങുകളും അതിനേക്കാൾ അപ്പുറത്ത് ഒരു 12 ദിവസം കുത്തിയിരുന്ന് ആലോചിച്ചാൽ പിടികിട്ടാത്ത ചൊറിച്ചുമല്ലുകളും ഇതൊക്കെ പറയാൻ നമുക്കും അറിയാം. നമ്മളും ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. ഇതൊക്കെ കേട്ടും കണ്ടുമല്ലേ വളരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് പറയാതിരിക്കുന്നത്? അതെ, മര്യാദയെന്നും മാന്യതയെന്നും ഒക്കെയുള്ള ചില സംഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതൊന്നും ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ PR എടുത്തിരിക്കുകയാണ്. ആ PR നല്ല ഒന്നാന്തരമായിട്ട് അവർക്ക് ചെയ്തു തീർക്കാൻ അറിയാം. ഇതാണ് അവരുടെ വഴി. അതിനെ തടയാൻ ആർക്കും പറ്റില്ല. അനുമോളുടെ അമ്മ ബിഗ് ബോസിനകത്ത് ചെന്നപ്പോൾ പറഞ്ഞായിരുന്നു, എന്റെ കൊച്ചിനെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ചെയ്യുന്നത് അനീഷ് ആർമിയാണെന്നൊക്കെ. ഇത് കേട്ട് നമ്മൾ ആകെപ്പാടെ അന്തം വിട്ടിരുന്നു പോയി. അനീഷ് ആർമിയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഞങ്ങളെപ്പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള വേറെ ആരുമില്ല, ഞങ്ങളല്ല അത് ചെയ്തത്, മറ്റാരെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് മെഴുകുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴും അതിനകത്തൊന്നും വലിയ കാര്യമില്ലെന്ന് ചിന്തിച്ചു. പക്ഷേ ഷാനവാസ് ഇപ്പോൾ അനീഷിന്റെ മുഖത്ത് നോക്കി ഈ കാര്യം വിളിച്ചു പറയുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഫാൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇത് വിളിച്ചു പറയിപ്പിക്കുകയാണ്. എന്തായാലും ഷാനവാസ് പറഞ്ഞ ആ കാര്യം അത് കേൾക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത് നിങ്ങളും കൂടി ഒന്ന് കേട്ടു നോക്ക്. മാത്രമേ ഉള്ളൂ, അതിനെ വളച്ചൊടിക്കാൻ നോക്കരുത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഇവിടെ മര്യാദ ജീവിക്കും. ഇത്ര നാള് കളിച്ചില്ലേ, അത് തന്നെ മതി. ആർമി പേജ് ഒക്കെ ഉണ്ടാക്കി വന്നിട്ട് ഇത്ര നാള് കളിച്ച്, ഇനിയെങ്കിലും നിങ്ങൾ ഇവിടെ ജീവിക്കും. പുറത്ത് ആ പാവ അനുവിന് താൻ ഉണ്ടാക്കിയ PR ആർമികള് ആക്രമിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ അമ്മ, അനുവിന്റെ അമ്മ കരഞ്ഞോണ്ടാ പറഞ്ഞത്. ഇതൊക്കെ താൻ എവിടെ കൊണ്ടുപോയോ തീർക്കും. താനും തന്റെ PR കൂടി ഉണ്ടാക്കിയ ആർമി ഉണ്ടല്ലോ, ആ ആർമി അനുമോളെ സോഷ്യൽ മീഡിയയിലിട്ട് ആക്രമിച്ചോണ്ടിരിക്കാന്ന്. നിനക്ക് PR ഇല്ലാന്നോ? നിനക്ക് ആർമി ഇല്ലാന്നോ? എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടത്തിൽ നടക്കനി. ഇവിടെ ആരും പുറത്തുനിന്ന് ആരും ദ്രോഹിക്കല്ല കേട്ടോ. ഒരമ്മയുടെ കരച്ചിലും കൂടെ ഇയാൾ അതിനോട് സമാധാനം പറഞ്ഞു. ഒരു അമ്മ ഇവിടെ നിന്ന് കാര്യ എന്റെ കുട്ടിയെ ഒന്ന് സോഷ്യൽ മീഡിയയിലിട്ട് ആക്രമിക്കുന്നത് നിർത്തണ അനീഷൻ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ എന്നിട്ട് ഉടായ്പത്തരം കാണിക്കുന്ന എന്നിട്ട് അവരെ കുടുംബം. പുതിയ താരോദയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ താരങ്ങളോടുള്ള ആരാധന അത് സ്വാഭാവികമാണ്. താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് മുകളിലേക്ക് പൊങ്ങി വരുന്ന ആൾക്കാരെ കാണുമ്പോഴേക്കും രക്തം തിളയ്ക്കും, രോമമൊക്കെ ഇങ്ങനെ വിജൃംഭിച്ച് എഴുന്നേറ്റ് നിൽക്കും. സ്വാഭാവികമാണ്. വീരാരാധനയും താരാരാധനയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ താരത്തോട് വിയോജിക്കുവാൻ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളെയും മറ്റുള്ളവർ അംഗീകരിക്കുമോ? അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങളും അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ പറയുന്നതിന് എതിരായിട്ട് സംസാരിക്കുന്നത്. അതിനുള്ള അർഹതയും അവകാശവും 100% ഈ രാജ്യം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത്. പക്ഷെ തെറിവിളി, ആ തെറി വിളിക്കുമ്പോൾ തന്നെ അറിയാം ഇത് അടിമത്തമാണ്, അല്ല എന്നുണ്ടെങ്കിൽ PR വർക്കാണ്. ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, വല്ലവന്റെ അമ്മയുടെ 16 അടി യന്ത്രത്തിന് പണ്ടാരങ്ങൾ തമ്മിൽ അടിയാണെന്ന്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കമന്റ് ബോക്സിൽ കമന്റുകൾ അങ്ങനെ വന്ന് പെരുകട്ടെ. പക്ഷേ ഒരു കാര്യം, ഈ തെറി കമന്റുമായിട്ട് ഇൻബോക്സിലേക്ക് വന്നേക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കളി മാറും, സംഗതി വേറെ വഴിക്ക് പോകും. അതായത് ഒലു ക്രിയേഷന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ട് കുറെ ആൾക്കാർ തെറിയൊക്കെ എഴുതി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത്. അല്ലാതെ കമന്റ് ബോക്സിൽ എഴുതുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനത് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നാട്ടുകാർ കാണത്തുള്ളൂ. കൊള്ളാവുന്ന കമന്റുകൾ മാത്രമാണ് ഈ തുറന്നു വിടുന്നത്. അതിനകത്തും ചിലർ കാണട്ടെ എന്ന് കണ്ട് 1-2 എണ്ണം ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുമുണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പേഴ്സണൽ ഇൻബോക്സിലേക്ക് തെറി കമന്റുകൾ അയക്കരുത്, അത് കളി വേറെയാവും. പിന്നെ അടുത്തൊരു കാര്യം, ഇത് റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലാണ്, ബിഗ് ബോസിന്റെ റിവ്യൂ പറയുന്ന ചാനലാണ്. ഈ ചാനലിൽ കൂടി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. ഇനി ഇതുപോലെ തന്നെ പല ആൾക്കാരെ കുറിച്ചും വിമർശനം ഇതിനകത്തുണ്ടാവും. അനുമോളോട് നമുക്ക് പ്രത്യേകിച്ച് ഫേവറിറ്റിസം ഒന്നുമില്ല. അനുമോള് തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ തെറ്റാണെന്ന് തന്നെ പറയും. ഷാനവാസിനെ കുറിച്ചും പറയും, അക്ബറിനെ കുറിച്ചും പറയും. ആരോടും പ്രത്യേകിച്ച് എനിക്ക് മമതയുമില്ല,
ആരുടെയും കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും പ്രതീക്ഷിക്കാം, ഓരോ ആൾക്കാർക്കും അവരവരുടെ പെർഫോമൻസിനനുസരിച്ചുള്ള വിമർശനം തന്നെയായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അനുമോളുടെ ആൾക്കാർ നല്ലതാണ് ചേട്ടാ, സൂപ്പറാണ് ചേട്ടാ, അനുമോൾ എന്നൊക്കെ പറഞ്ഞ് ഹാർട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. എതിരായിട്ട് വീഡിയോ വന്നു കഴിയുമ്പോൾ തെറി പറയാൻ വരരുത്, നിങ്ങളുടെ നിലവാരം നിങ്ങൾ വെളിപ്പെടുത്താൻ നിൽക്കരുത്. അങ്ങനെ നിന്നാൽ ഇതുപോലെയുള്ള വീഡിയോയിൽ കൂടി തിരിച്ചു പ്രതികരിക്കേണ്ടി വരും. അനീഷ് ആർമി അങ്ങേയറ്റം വെറുപ്പിച്ചതുകൊണ്ടും അങ്ങേയറ്റം തെറി വിളിച്ചതുകൊണ്ടും മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അനീഷ് ആർമിയുടെ അതേ നിലവാരം തന്നെയാണ് അനുമോളുടെ ആർമിക്കുമെന്ന് നിങ്ങൾ തെളിയിക്കാൻ വേണ്ടി വരരുത്. അനുമോള് തെറ്റ് കാണിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മൾ വിമർശിച്ചിരിക്കും. മുൻപുള്ള സീസണുകളിലൊക്കെ നമ്മൾ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ടിങ്ങിന്റെ ഒക്കെ പ്രതിഫലം അവസാന സമയത്ത് എല്ലാവരും കൂടി അണ്ണാക്കിലടിച്ച് തന്നിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ പിന്നെ ജീവിതകാലം മുഴുവനും അവരുടെ അടിമയായിരുന്നുകൊണ്ട് അവരെക്കുറിച്ച് നല്ലത് പറയണം, സ്തുതി പാടിക്കൊണ്ടേയിരിക്കണം. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമായിട്ട് ആക്രമിച്ചു കളയും, യുദ്ധം പ്രഖ്യാപിച്ചു കളയും, നമ്മളെ ഇല്ലാതെയാക്കും എന്നുള്ള ഭീഷണികളുമായിട്ടൊക്കെ അങ്ങ് വരും. അതുകൊണ്ട് ആ പരിപാടി അങ്ങ് നിർത്തിയതാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഒരാളിന്റെയും കയ്യിൽ നിന്ന് ഞാൻ 1 രൂപയും വാങ്ങിച്ചിട്ടില്ല PR വർക്ക് നടത്തി കൊടുക്കാൻ. അത് അനുമോളുടെ ആർമി ആയാലും, ഷാനവാസ് ആർമി ആയാലും, അക്ബർ ആർമി ആയാലും, അനീഷ് ആർമി ആയാലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. കാരണം നട്ടല് ഒരാർമിക്കാരുടെയും മുമ്പിൽ പണയം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല.